അനാഥാലയങ്ങൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ചൈൽഡ് ഹോമുകൾ നടത്തുന്നത് പോലെയോ അപരിഷ്കൃതമായിട്ടല്ല. പ്രൊഫഷണലായ പുതിയ സംരംഭകരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഗ്രാൻറ്റും കൊടുത്തു കഴിഞ്ഞ് അവരെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമേ സർക്കാരിനുള്ളൂ. അവർ ക്വാളിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് പോവും, അവർക്ക് പണി തുടരാൻ പറ്റില്ല. അപ്പോൾ അവർ നന്നായിട്ട് നടത്തിയാൽ അവർക്ക് കൂടുതൽ സെൻറ്ററുകൾ നടത്താൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടും. അങ്ങനെ സോമൻ അവിടെ ചെന്ന് ഓൾഡ് ഏജ് ചെറിയ ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചു, ഓൾഡ് ഏജ് ഹോമുകൾ. പിന്നീട് സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന, അതായത് ജയിലിലായ ആളുകളുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞു പോയി ഡൈവോഴ്സ് ചെയ്ത് രണ്ട് കൂട്ടർക്കും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കുട്ടികൾ, ഇവരെയൊക്കെ ഏറ്റെടുത്ത് അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു സാധാരണ പൗരനെ പോലെ വളരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പറഞ്ഞു വിടുന്ന സംരംഭങ്ങളാണ് ശരിക്കും ഈ പറഞ്ഞ സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന ഒരു സംരംഭം. അത് തുടങ്ങി. അത്